വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി ഡീറ്റെയിൽ സിലബസ് അനാലിസിസ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് വന്നുള്ള റിക്വസ്റ്റ് ആണ് നല്ലൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. കാരണം ഏത് മൊഡ്യൂൾ വെച്ചിട്ട് പഠനം ആരംഭിക്കണം, എങ്ങനെ ഓരോ മൊഡ്യൂളിനെയും പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം. എസ്പെഷ്യലി പല ക്വാളിഫിക്കേഷനിലുള്ള സ്റ്റുഡൻസ് ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ LLB കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ലോ ഏരിയയിലായിരിക്കും കൂടുതൽ എഡ്ജ്. കൊമേഴ്സുകാർ, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് CA ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക്, MBA ഫിനാൻസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ് ആ ഒരു ഏരിയ ആയിരിക്കും കൂടുതൽ കംഫർട്ട് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെ പഠനം ആരംഭിക്കുന്നതാണ് നല്ലത്? ദെൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരാൻ സാധ്യത? ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ ബാച്ച് അഡ്മിഷൻ ഓപ്പൺ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസിൻ്റെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. സോ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെ പഠനം ആരംഭിക്കുന്നതാണ് നല്ലത്? ഇതിപ്പോൾ നമ്മുടെ ബിഗിനിങ് സ്റ്റേജ് ആണ്. ഓരോ സ്റ്റേജിലും നിങ്ങളുടെ പ്ലാനിൽ നിങ്ങൾ ഡിഫറൻസ് കൊണ്ടുവരണം. അപ്പോൾ ഇത് ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സാവധാനം നമ്മുടെ പഠനം ആരംഭിക്കാം. സോ നമ്മൾ ഇതിനേക്കാൾ മുമ്പ് ഇതിൻ്റെ മാർക്സിൻ്റെ സെപ്പറേഷനൊക്കെ കണ്ടതാണ്. ആദ്യം വരുന്നത് അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. 40 മാർക്സ് ആണ് വരുന്നത്. MCOM കഴിഞ്ഞവർ, അല്ലെങ്കിൽ CA ഇൻ്റർമീഡിയറ്റ് ആവട്ടെ, MBA ഫിനാൻസ് കഴിഞ്ഞവർക്കൊക്കെ ഏറ്റവും എഡ്ജ് ലഭിക്കുന്നൊരു ഏരിയ എന്ന് പറയുന്നത് പാർട്ട് A ആണ്, അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഈ 40 മാർക്സ്. ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞു. പിന്നെ ലോ ആണ് വരുന്നത്. LLB കഴിഞ്ഞവർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു എഡ്ജ് ഉണ്ടാവുക. ബട്ട് ഇതിൽ കൊമേഴ്സ് കഴിഞ്ഞവരും പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞവർ അടക്കം പഠിച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് GST ആണ്. ദെൻ അതിനുശേഷമാണ് ലാസ്റ്റ് പിന്നെ അഡീഷണൽ 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറും റിനയൻസൻസും ഒക്കെ വരുന്നത്. അപ്പോൾ പഠനം ആരംഭിക്കുമ്പോൾ ഇത് ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് എനിക്ക് ആദ്യം സജസ്റ്റ് ചെയ്യാനുള്ളത്, ഇതിൽ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ, നിങ്ങൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടേണ്ട ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് GST ആണ്. 10 മാർക്കിൻ്റെ ചോദ്യമാണ് GSTയിൽ നിന്ന് വരുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു മൊഡ്യൂളാണ് GST. ഇപ്പോൾ MCOM കഴിഞ്ഞവർ പഠിച്ചിട്ടുണ്ടായിരിക്കും, CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞവർ പഠിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും ഉണ്ടത്. ബട്ട് ഡെപ്തിൽ പഠിച്ചിട്ടുണ്ട് അവരൊക്കെ. അപ്പോൾ വല്ലാണ്ട് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ STOന് വേണ്ടിയിട്ട് വരുന്നവരാണെങ്കിലും, ദെൻ MCOമിന് പഠിക്കുമ്പോൾ പ്രോപ്പറായിട്ട് പഠിക്കാൻ സാധിക്കാത്തവരാണെങ്കിലും, സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ സജഷൻ എന്ന് പറയുന്നത് GST വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇത് ബിഗിനിങ് സ്റ്റേജ് ആണ്. നിങ്ങൾക്ക് പതുക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ പഠനം ആരംഭിക്കുക പതുക്കെ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട് വിത്ത് GST. അത് ധൃതി പിടിച്ചിട്ടൊന്നും പഠിക്കണ്ട. ഓരോ ദിവസവും ഇതിൻ്റെ കൺസെപ്റ്റ് പതുക്കെ മനസ്സിലാക്കി പോയാൽ മതി. ദെൻ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് മാക്സിമം 2 ദിവസം പഠിക്കുക. അതിനുശേഷം നെക്സ്റ്റ് പേപ്പറിലോട്ട് കിടക്കുക. അപ്പോൾ അറ്റ് എ ടൈമിൽ നിങ്ങൾ ഒരു 2 സബ്ജക്റ്റിലോട്ട് കാലിട്ടിട്ട് വേണം പോവാൻ. അറ്റ് എ ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ GST, ദെൻ അതിൻ്റെ കൂടെ പിടിക്കാൻ മറ്റൊരു പേപ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ചൊരു ബുദ്ധിമുട്ടായുള്ള പേപ്പർ ഒരെണ്ണം, കുറച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പേപ്പർ അപ്പുറത്ത്.
അങ്ങനെ 2 സബ്ജക്റ്റ് ഒരേ ടൈമിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠനം കുറച്ചും കൂടി എന്തായിരിക്കും, സുഖകരമായിരിക്കും, ഈസിയസ്റ്റ്, അതുപോലെ തന്നെ കുറച്ചൊരു ഡിഫിക്കൽട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് തന്നെ ആദ്യം കുറച്ചൊന്ന് പിടിക്കുക. അതിൻ്റെ കൂടെ ഈസിയസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യുക FM ആണ്. അത് MCOM കഴിഞ്ഞവർക്കാണെങ്കിലും MBA ഫിനാൻസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ഒരു ടച്ചുള്ള ഒരു ഏരിയ ആണ്. അത് മാത്രമല്ല അതിൽ നിന്ന് 15 മാർക്കിൻ്റെ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ FM-ഉം GST-യുമാണ് ഞാൻ ബിഗിനിങ്ങിൽ. അപ്പോൾ നമുക്ക് 2 മൊഡ്യൂളിൽ നിന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് എയിലെ ഒരു മൊഡ്യൂളും പാർട്ട് ബിയിലെ ഒരു മൊഡ്യൂളിലും നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു എഡ്ജ് ലഭിക്കും. അത് വെച്ചിട്ട് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഇതാണ് എനിക്ക് ആദ്യം സജസ്റ്റ് ചെയ്യാനുള്ള. ഇതിൽ GST ഞാൻ പറഞ്ഞു ഒരുപാട് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെ കാര്യങ്ങൾ പഠിച്ചു പോകുക. ദെൻ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം, കൺസെപ്ച്വലൈസ് ചെയ്ത് പോവുക. കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം പോകണമെങ്കിൽ. ദെൻ ഇപ്പോൾ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ കൺസെപ്റ്റാണ് പിടികിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് MCQ ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം ചെയ്ത് പഠിച്ച് പോകേണ്ടതല്ല നമുക്ക് വേണ്ടത്. പ്രോബ്ലം ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിനേക്കാൾ ഉപരി എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, ആ ഒരു ലോ പോർഷനാണ് നമ്മുടെ തലയിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ബുക്കിലോട്ട് വായിക്കുന്ന സമയത്ത് ഇപ്പോൾ GST-യുടെ ഒക്കെ ആണെങ്കിൽ ലോ അങ്ങോട്ട് എഴുതി ചെയ്യായിരിക്കും. ബട്ട് അതിൻ്റെ ഇന്നർ മീനിങ്സ് ആണ് മനസ്സിലാക്കേണ്ടത്. അത് കിട്ടുകയാണെങ്കിൽ പിന്നെ ഏത് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ GST-യും അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ദിവസം തന്നെ കുറച്ച് സമയം GST പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നത് FM ആണ്. അപ്പോൾ കുറച്ചും കൂടി രസമാണ് FM-ൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഒരു ടോപ്പിക്ക് പഠിച്ചു 2-3 ദിവസം, അതിനുശേഷം ആ പഠിച്ച ഏരിയനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs നിർബന്ധമായും അപ്പോൾ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. അതും സിമ്പിൾ MCQ ടൈപ്പ് അല്ല, ഡയറക്റ്റ് ചോദ്യങ്ങളല്ല വരാം. മെജോറിറ്റി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ പാറ്റേൺ അങ്ങനെയാണ്. അത് മാത്രമല്ല ഗസറ്റ് പോസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ച ഏരിയയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നിങ്ങൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ മാത്രമല്ല PSC-യുടെ ഏത് എക്സാംസ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഒരു ടോപ്പിക്ക് പഠിച്ചാൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs നിർബന്ധമായും പ്രാക്ടീസ് ചെയ്തിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് പഠിച്ച ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് പതുക്കെ ഉയരും. ഇതാണ് നിങ്ങളുടെ അടുത്ത് ആദ്യം പറയാനുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് GST ആൻഡ് FM. അത് ഫുൾ ടൈം ഇതല്ല, ഞാൻ പറഞ്ഞു ബിഗിനിങ് ആണ് നമ്മളിപ്പോൾ. ഓരോ ടൈമിൽ പുതിയ സ്റ്റഡി പ്ലാൻ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ എന്തുകൊണ്ട് അക്കൗണ്ടൻസി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ +1 മുതൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളൊരു പുതിയ കോഴ്സിലോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ടത് എന്തെങ്കിലും ഒരു പുതിയൊരു സംഭവം നമ്മൾ അല്ലെങ്കിൽ പഠിച്ചു എന്നുള്ളൊരു സംതൃപ്തി വേണം. അപ്പോൾ GST പഠിച്ചിട്ട് സംതൃപ്തി ഇല്ലാത്തവരായിരിക്കും മിക്കതും MCOM പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ. മെജോറിറ്റി MCOM സ്റ്റുഡൻസ് ആണ് STUക്ക് വരുന്നത്, അല്ലാത്തവരുണ്ട്. GST പേപ്പറിൻ്റെ പ്രത്യേകത എത്ര പഠിച്ചാലും നമുക്ക് ഒരു സംതൃപ്തി ചിലപ്പോൾ കുട്ടികൾക്ക് കിട്ടാറില്ല. അപ്പോൾ ആ കിട്ടാൻ വേണ്ടിയിട്ട് സാവധാനത്തിൽ പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തന്നെ ഒരു പുതിയൊരു സംഭവം പഠിച്ച പോലെ നമുക്ക് തോന്നും. ദെൻ അതിൻ്റെ കൂടെ FM ഞാൻ പറഞ്ഞു. ഈ അക്കൗണ്ടിങ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒക്കെ +1 മുതൽ തന്നെ പഠിച്ചിട്ടുള്ളതല്ലേ, ഇതിപ്പോൾ എന്തുട്ടാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നുള്ളൊരു തോട്ട് വരികയും ഇതൊരു സിമ്പിൾ പരിപാടിയാണ്, കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളൊരു നമ്മൾ തന്നെ ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും പഠനം ആരംഭിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ GST-യും അതുപോലെ തന്നെ FM വെച്ചിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുക. ദെൻ ഇത് മൊത്തം കഴിയണ വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകരുത്. ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം അത് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, മറ്റ് പേപ്പേഴ്സിലോട്ട് കിടക്കാം. അപ്പോൾ GST-യും FM-ഉം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം FM ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പോർഷൻസ് ഞാൻ പറഞ്ഞു ഒരാഴ്ച ഈ 2 പേപ്പേഴ്സ് ഒരുമിച്ച് കൊണ്ടുപോയാൽ നെക്സ്റ്റ് നിങ്ങൾ നിർബന്ധമായും മറ്റൊരു പേപ്പറിലോട്ട് കിടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും കംഫർട്ടബിളായിട്ട് നിങ്ങൾക്കൊരു
എഡ്ജ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഒരു സംതൃപ്തി കൂടുതൽ ലഭിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന അക്കൗണ്ടൻസി തന്നെയാണ്. അപ്പോൾ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്, ഇതിൻ്റെ ബേസിക് തിയറീസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇവിടെ വരെയുള്ള ഏരിയാസ് പിന്നെ നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ്, അപ്പോൾ ഇതിൻ്റെ കൂടെ പഠിക്കാൻ പറ്റിയ മറ്റൊരു പേപ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അതിലോട്ട് പോവാം. അതിനാണ് ലോ പേപ്പറിൽ നമുക്ക് ടച്ച് ഉള്ള ലോ ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ രണ്ട് ഏരിയയിലേക്ക് നമ്മൾ കുറച്ച് പിടിച്ചു പോവുക. ലോ ഓഫ് കോൺട്രാക്റ്റ്, ലോ ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് ടോട്ട്സിൻ്റെ ടോട്ട്സ് നമ്മൾ എംകോംകാർ അധികം ടച്ച് ഇല്ലാത്തതാണ്, ബട്ട് ലോ ഓഫ് കോൺട്രാക്റ്റ് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ലോ ഓഫ് കോൺട്രാക്റ്റും അക്കൗണ്ടിങ്ങും നെക്സ്റ്റ് നമ്മുടെ കയ്യിലോട്ട് കൊണ്ടുവരിക, അത് പിടിച്ചു കൊണ്ടുപോവുക കുറച്ച്. അപ്പോൾ ലോ ഓഫ് കോൺട്രാക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ട് പല ആൾക്കാർക്കും താല്പര്യമില്ലാത്തൊരു പേപ്പറാണ്, ബട്ട് നമ്മൾ നല്ല എഫേർട്ട് എടുക്കണം. അതിൻ്റെ കൂടെ അക്കൗണ്ടിങ്ങും. അപ്പോൾ അവിടെ ഒരു കോമ്പിനേഷൻ വന്നു, മനസ്സിലായോ? അത് നെക്സ്റ്റ് വീക്കിലോട്ട് കൊണ്ടുപോകുക. ഒരാഴ്ച ഈ 2 സബ്ജക്റ്റ് കൊണ്ടുപോവുക. ആ 2 സബ്ജക്റ്റിൻ്റെ MCQ പ്രാക്ടീസും എന്ത് ചെയ്യുക, ചെയ്തു പോവുക. ശ്രദ്ധിക്കണം, ഒരു മൊഡ്യൂൾ മുഴുവനൊന്നും ഒരാഴ്ച കൊണ്ട് കഴിയില്ല. ഒരാഴ്ചയിൽ നമുക്ക് ചിലപ്പോൾ 2 3 അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്സ് ആയിരിക്കും. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ, അങ്ങനെ ചിലപ്പോൾ കുറച്ച് ടോപ്പിക്സ്, ആക്സെപ്റ്റൻസ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് മാത്രമായിരിക്കും പഠിക്കാൻ പറ്റുക 2 സബ്ജക്റ്റിൻ്റെ. അതിൻ്റെ MCQ പ്രാക്ടീസും ചെയ്യുക. അങ്ങനെ സാവധാനം പോയാൽ മതി. അപ്പോൾ 2 ആഴ്ചക്കുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, 4 ടോപ്പിക്സിൻ്റെ ഏരിയാസ്. ഇനി അതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാൻ സാധിക്കുന്നത്, മുകളിൽ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ബേസിക്സ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. 2 അക്കൗണ്ടിങ് പേപ്പേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നെക്സ്റ്റ് 3-ാമത്തെ ആഴ്ചയിലോട്ട് പോകുമ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ 2-3 സെഷൻ കൊണ്ട് പഠിക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ, കോസ്റ്റ് കൺസെപ്റ്റ്, എലമെൻറ്റ്സ്, കോസ്റ്റ് ഷീറ്റ്, ക്ലാസിഫിക്കേഷൻ, കോസ്റ്റ് സെൻറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് സെപ്പറേറ്റ് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ, മറ്റ് കാര്യങ്ങൾ, അതിലോട്ടൊക്കെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് കിടക്കാം. അപ്പോൾ അവിടെ 2 സബ്ജക്റ്റ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും. 3-ാമത്തെ ആഴ്ചയിലോട്ടാണ് ഞാൻ പറഞ്ഞത്, 3-ാമത്തെ ആഴ്ച. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ പഠനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഞാൻ 3 ആഴ്ചയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് വീക്ക് പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞു, സെക്കൻഡ് പറഞ്ഞു, തേർഡ് വീക്ക് പറഞ്ഞു. ഇനി ഇപ്പോൾ ഞാൻ ഒറ്റ മാസത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്, നമ്മൾ ബിഗിനിങ് അല്ലേ. ഇനി നെക്സ്റ്റ് 4th വീക്കിലോട്ട് പോകുമ്പോൾ, ഇപ്പോൾ ഒരു മാസത്തെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് അറ്റ് പ്രസൻറ്റ് പറയുന്നത്. 4th വീക്കിലോട്ട് പോകും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വീക്കിൽ GST ഏരിയാസ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ FM പിടിച്ചു, അതിൻ്റെ ബേസ്. അതിന് ശേഷം ലോയും അക്കൗണ്ടിങ്ങും നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും നമ്മൾ തൊട്ടു. ഇനി 4th വീക്കിലോട്ട് നമുക്ക് നെക്സ്റ്റ് കടക്കുമ്പോൾ എഗെയിൻ നമ്മൾ 2 സബ്ജക്റ്റിലോട്ട് നമ്മുടെ കൈവയ്ക്കുക. ആ 2 ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളത് ബജറ്ററി കൺട്രോൾ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് ബജറ്ററി കൺട്രോൾ. അപ്പോൾ അതിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് പാർട്ട്ണർഷിപ്പ് ഒന്ന് തൊട്ട് വയ്ക്കാം. ബേസിക്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ആക്ട്, ദെൻ LLP, അതുപോലെ തന്നെ ഈ ബേസിക് തിയറി ഒരു വീക്കിലേക്ക് പിടിക്കാൻ പറ്റും. ബജറ്റും ബജറ്ററി കൺട്രോൾ, അതുപോലെ തന്നെ ബേസിക് കൺസെപ്റ്റ്സ്, ഈ കാര്യങ്ങൾ. മെയിൻ പ്രിപ്പറേഷൻ, അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, അതിലോട്ട് ഇപ്പോൾ കിടക്കണ്ട, ഇത്ര കാര്യങ്ങളിലോട്ട് കിടക്കാം. മനസ്സിലായോ? നമ്മൾ ഈ പറയുന്ന ജേണൽ ലെഡ്ജർ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. +1 മുതൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും MCOM കഴിഞ്ഞുള്ളൊരു കുട്ടി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാം. അപ്പോൾ 4th വീക്കിലോട്ട് കിടക്കുന്ന സമയത്ത് ബജറ്റും പാർട്ണർഷിപ്പും തൊടാം. അപ്പോൾ ഇങ്ങനെ 2 സബ്ജക്റ്റ് ഓരോ ആഴ്ചയിലും ഡിസ്കസ് ചെയ്ത് അതിൻ്റെ MCQ പ്രാക്ടീസ് ചെയ്ത്
നെക്സ്റ്റ് ഒരു മാസം, അടുത്തൊരു മാസത്തേക്കുള്ള സ്റ്റഡി പ്ലാനാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് ഒരുപാടുണ്ട് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള ഓരോ ഏരിയാസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു അപ്രോച്ച് ഫോളോ ചെയ്യണം. ദെൻ ഇനി ഇതിൻ്റെ കൂടെ പറയാനുള്ളത് ബാക്കിയുള്ള ലോ പേപ്പറിലത്തെ കാര്യങ്ങൾ അത് അവിടെ വയ്ക്കുക, അതിലോട്ട് ഇപ്പോൾ കൈ കടത്താതിരിക്കുക. തീരെ അറിയാത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതിലോട്ട് ഇപ്പോൾ കിടക്കാതിരിക്കുക. എംകോംകാർ എസ്പെഷ്യലി, അതിന് നമുക്ക് സമയമുണ്ട്. ഓക്കെ, അപ്പോൾ വരാൻ പോകുന്ന ഒരു മാസത്തിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ പഠിക്കുമ്പോൾ ഏത് സമയത്ത് പഠിക്കണം, ഏതൊരു അപ്രോച്ച് ഫോളോ ചെയ്യണം, ഞാൻ എൻ്റെ എല്ലാ സ്മാർട്ട് സ്റ്റഡി വീഡിയോസിനും പറയുന്നതാണ്. പലരും ഇതിനേക്കാൾ മുമ്പുള്ള എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. അപ്പോൾ റിവിഷനാണ് ഏതൊരു ടോപ്പിക്കും നമ്മുടെ തലയിലേക്ക് പതിയാൻ വേണ്ടിയിട്ട് വേണ്ട. സമയമില്ലാത്തവർക്കും അല്ലെങ്കിൽ ക്വിക്കായിട്ട് എന്തെങ്കിലും തലയിലേക്ക് കയറ്റണമെന്ന് താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഠനകാലത്ത് ഫോളോ ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഡിഫിക്കൽട്ടായിട്ടുള്ള ഏത് സബ്ജക്റ്റും ഞാൻ പഠിക്കാൻ ആരംഭിക്കാൻ മോസ്റ്റ്ലി ഈവനിങ് ആണ്. ഈവനിങ് 7 o'clock 7:30 എൻ്റെ പഠനം. ഞാൻ പ്രോബ്ലം പേപ്പേഴ്സ് മോസ്റ്റ്ലി ആരംഭിക്കുക. കാരണം ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ വല്ലാണ്ട് ഓളിയും ബഹളമൊന്നും ഉണ്ടാവില്ല, ക്വയറ്റായിരിക്കും. പഠിക്കാനിരിക്കുകയാണെങ്കിൽ വീട്ടമ്മമാർക്കാണെങ്കിൽ സീരിയൽ ടൈം ആയിരിക്കും. അതല്ലാത്ത കാര്യമാണ് പറയുന്നത്. പഠിക്കേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 7:30 PM അല്ലെങ്കിൽ 7 മണിക്ക് പഠനം ആരംഭിക്കുക. ഒരു 2 മണിക്കൂർ, ഇപ്പോൾ 9:30 വരെയൊക്കെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കാൻ ശ്രമിക്കുക. 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഇരിക്കുക. ഓക്കെ, അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾ പഠിക്കുന്നു. അതിന് ശേഷം മോർണിംഗ് എണീക്കുന്നു. മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ തലേദിവസം പഠിച്ചു വെച്ച ആ കാര്യങ്ങൾ ഒരു 20 മിനിറ്റ് 15 മിനിറ്റോ 20 മിനിറ്റോ കൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു പോവുക. വീണ്ടും പഠിക്കണം എന്നല്ല പറയുന്നത്, പഠിച്ച് എന്തൊക്കെയാണെന്നുള്ളത് കാലത്ത് എന്നിട്ട് ആദ്യം ചെയ്യേണ്ട പരിപാടി ഇതാ, ജസ്റ്റ് ഒന്ന് നോക്കാം ബുക്കിലൂടെയൊക്കെ. അതിനുശേഷം നിങ്ങളുടെ റൂട്ടീനിലോട്ട് കിടക്കാം. ബ്രഷ് ചെയ്യുക, ഫുഡ് കഴിക്കുക ഒക്കെ ചെയ്തോളൂ. അപ്പോൾ എന്താണ് അന്ന് സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് സംഭവിക്കാറുള്ളതാണ് ഞാൻ പറയുന്നത്. കാലത്ത് എണീറ്റ് ആദ്യം കാണുന്നത് ഈ ബുക്കിലത്തെ കാര്യങ്ങളാണ്. ബുക്കിലത്തെ പേജ് നമ്പേഴ്സ്, പ്രോബ്ലം, അതിൽ പറഞ്ഞുള്ള കണ്ടൻസ്, ഇതൊക്കെയാണ്. അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴും ചിന്ത നമ്മുടെ മനസ്സിലൂടെ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയുന്ന പോലെ നമ്മുടെ മനസ്സിലൂടെ പോകുന്നത് ഈ പ്രോബ്ലംസിൻ്റെ നമ്പേഴ്സ്. നമ്മൾ ഡെലിബറേറ്റ്ലി അല്ലെങ്കിലും നമ്മുടെ മനസ്സിലോട്ട് ഈ കണ്ടൻസ് ഇങ്ങനെ കടന്നു പോകും. ദാറ്റ് ഈസ് ആക്ച്വലി റിവിഷൻ. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിലൂടെ ഈ ടോപ്പിക്സ് കടന്നു പോകുന്നുള്ളതാണ്. അപ്പോൾ വിതൗട്ട് മച്ച് എഫേർട്ട് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള പല ടോപ്പിക്സും നമ്മുടെ മനസ്സിലോട്ട് കയറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ടോപ്പിക്ക് തലേദിവസം പഠിക്കുന്നു അല്ലേ, ഒരു 8 മണിക്കൂറിന് ശേഷം അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും ഒരു സബ്ജക്റ്റ് നോക്കുമ്പോഴാണ് അതിനെ റിവിഷൻ എന്ന് പറയുക. അപ്പോൾ റിവിഷനും സംഭവിക്കുന്നു. അപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്നു വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു സമയമില്ല, എല്ലാവരും ബിസി ആയിട്ടുള്ള ആൾക്കാർ, ജോലി ചെയ്തിട്ട് പഠിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ പഠിക്കുക. പിന്നെ ഞാൻ ബിസി ആയി ഇപ്പോൾ ഉച്ചയെന്നോ മോർണിംഗെന്നോ ഒന്നും ടൈം ഞാൻ നോക്കാറില്ല. എപ്പോൾ ടൈം കിട്ടുന്നു അപ്പോൾ വായിക്കും. ദെൻ മോർണിംഗിൽ നിങ്ങൾ പഠിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 മണിക്കൂർ, ഇപ്പോൾ 10 മണി തൊട്ട് 1 മണി വരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ 3 hours ഉണ്ടെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് വരും. ചിലപ്പോൾ ഇഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുക അതിൽ 1 hour മാത്രമായിരിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ ഒരു ദിവസം ഒരു 2 hours ഒക്കെ 2 അല്ലെങ്കിൽ 3 hours ഒക്കെ സ്പെൻഡ് ചെയ്താൽ ദാറ്റ്സ് ഇനഫ്. പിന്നെ പഠനം ആരംഭിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് STO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലബസ് ഇത്രത്തോളം ഉണ്ട്, നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ അറിയാം എന്ന് വിചാരിച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ 3 മണിക്കൂർ 4 മണിക്കൂറൊന്നും പഠിക്കാനിരിക്കരുത്, വെറുത്തു പോകും. നമ്മൾ പതുക്കെ ആ ട്രാക്കിലോട്ട് വരണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഇരിക്കുക. പിറ്റേ ദിവസം അത് 1 hour ആക്കുക. 2 ദിവസമൊക്കെ കഴിയുമ്പോൾ അങ്ങനെ പതുക്കെ ട്രാക്കിലോട്ട് വരാം. നമ്മുടെ മൈൻഡിനെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആർക്കും കുറേ സമയം ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നിർബന്ധമായി നിങ്ങൾ ബ്രേക്ക് എടുത്ത് പഠിക്കണം. ഇപ്പോൾ
ഞാൻ 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാലും ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് മാത്രം റിലാക്സ് ചെയ്യാൻ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ എടുക്കരുത്. മൊബൈൽ എടുക്കാം പഠിക്കാൻ വേണ്ടിയിട്ട്, മൊബൈൽ നല്ല കാര്യത്തിന് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ ആപ്പിലൂടെയാണ് വരാം, നല്ല കാര്യത്തിന് യൂസ് ചെയ്യാം. അതല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിലോട്ടും യൂട്യൂബിലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കണ്ട റീൽസും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആവരുത്. അങ്ങനെ റിലാക്സ് ചെയ്യരുത്. ഓക്കെ, ഗ്യാപ്പ് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വേർഡില്ലേ ട്രാക്കിലോട്ട് വരാം. അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഓക്കെ ആണെന്ന് തോന്നും. പിന്നെ ടച്ച് വിട്ട് പോയൊരു പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സാവധാനമാണ്, ധൃതി പിടിച്ചിട്ടൊന്നും വേണ്ട. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുള്ളൂ. എന്തുകൊണ്ട് നമ്മൾ സാവധാനം പഠിക്കണം എന്ന് പറയുന്നത്, വല്ലാണ്ട് റഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് തന്നെ ബേർഡനാവും തലയ്ക്ക്. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ടൈം എടുത്ത് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനപ്പോൾ സ്റ്റഡി പ്ലാനിൽ ഇപ്പോൾ 1 മന്ത് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഈ 1 മന്തിന് ശേഷം നെക്സ്റ്റ് 1 മന്ത് എങ്ങനെയാണ് നിങ്ങളുടെ പഠനത്തിൻ്റെ പോക്ക് എന്നുള്ളതിൻ്റെ റിവ്യൂ എനിക്ക് കമൻറ്റിൽ പറയണം. അത് മാത്രമല്ല നെക്സ്റ്റ് അതിന് ശേഷം നിങ്ങൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം ഓരോ ടൈം പീരീഡിൽ. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ, അതുപോലെ തന്നെ സിലബസ് വന്നാൽ, ഓരോ ടൈം പീരീഡിൽ ഏത് തരത്തിലുള്ള സ്റ്റഡി പ്ലാൻ കറക്റ്റ് ഡേയ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്രോച്ച് നമ്മുടെ ബിഗിനിങ് പഠനത്തിൻ്റെ സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.